തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു അവനെ നോക്കി എന്നതിനെ പറ്റിയാണ്. ഈ വിഷയം നമ്മൾ ദൈവവചനത്തിൽ നിന്നും പഠിക്കുമ്പോൾ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട്, യേശു നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ കുറവുകളും വ്യക്തമായിട്ട് കാണുന്നു, എങ്കിലും അവിടുന്ന് നമ്മെ അനന്തമായി സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 42-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു, യേശു അവനെ നോക്കി. പ്രിയപ്പെട്ടവരെ, യേശു ഒരു വ്യക്തിയെ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ സകല കുറവുകളും പാപങ്ങളും വീഴ്ചകളും ഇരുട്ടും വ്യക്തമായിട്ട് കാണുന്നു. എല്ലാം അറിഞ്ഞിട്ടും അവിടെ നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യേകത. മർക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ ധനികനായ ഒരു ചെറുപ്പക്കാരൻ യേശുവിനെ കണ്ട് ഓടി വന്ന് കാൽക്കൽ വീണ് യേശുവിനെ ഒരുപാട് ബഹുമാനിച്ചതിന് ശേഷം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞു, കൽപ്പനകൾ നീ പാലിക്കണം, അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഉടനെ അവൻ പറഞ്ഞു, കർത്താവേ, അത് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ വളരെ കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു കൽപ്പന പോലും ലംഘിക്കാതെ ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ 10 കൽപ്പനകളും വള്ളി പുള്ളി തെറ്റാതെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനായ ചെറുപ്പക്കാരനാണ്. അത് എനിക്ക് തന്നെ നന്നായിട്ടറിയാം. അതുകൊണ്ട് കൽപ്പന പാലിക്കുന്നതിനെ പറ്റി അങ്ങനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് കുഞ്ഞുനാൾ തൊട്ട് ഇപ്പോൾ വരെ ഞാൻ വളരെ വ്യക്തമായിട്ട് വളരെ കൃത്യതയോടുകൂടി ഞാൻ കൽപ്പനകൾ പാലിക്കുന്ന വ്യക്തിയാണ്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, യേശു അവനെ സ്നേഹത്തോടെ ഒന്ന് നോക്കി. യേശു അവനെ സ്നേഹത്തോടെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അകത്ത് എല്ലാമുണ്ട്. 10,000 സൂര്യനേക്കാൾ പ്രകാശമുള്ള കണ്ണുകളോടുകൂടിയ നോട്ടം, ലേസർ രശ്മി തുളച്ചു കയറുന്നത് പോലെ ഒരു സ്കാനിങ് മെഷീൻ്റെ അകത്ത് ഒരു വ്യക്തിയെ കയറ്റിക്കിടത്തുമ്പോൾ ആ സ്കാനർ രോഗമെല്ലാം കണ്ടുപിടിച്ച് നമുക്കത് വെളിപ്പെടുത്തി തരുന്നത് പോലെ യേശുവിൻ്റെ നോട്ടത്തിൽ യേശു അവനെ വ്യക്തമായിട്ട് കണ്ടു. എന്നിട്ടും വചനം പറയാണ്, യേശു അവനെ സ്നേഹിച്ചു. യേശു അവനെ സ്നേഹത്തോടെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നീ കൽപ്പനകളെല്ലാം അനുസരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും നീ ശരിക്കും ലംഘിച്ചു കൊണ്ടിരിക്കുന്നത് 1-ാം പ്രമാണമാണ്. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്നുള്ള കൽപ്പനയാണ് നീ ശരിക്കും അനുസരിക്കുന്നത്. നിന്റെ ദൈവം സൃഷ്ടാവായ യഹോവയല്ല, നിന്റെ ദൈവം പണമാണ്. നീ പണത്തെയാണ് ദൈവമായിട്ട് കൊണ്ടു നടക്കുന്നത്. പണമാണ് നിന്റെ ആരാധനാ വിഷയം. പണത്തിലാണ് നീ സന്തോഷം കണ്ടെത്തുന്നത്. പണത്തിന് വേണ്ടിയാണ് നീ ജീവിക്കുന്നത്. ഊണിലും ഉറക്കത്തിലുമെല്ലാം നിന്റെ ചിന്ത പണത്തെപ്പറ്റിയാണ്. അതുകൊണ്ട് ബാക്കി കൽപ്പനകളൊക്കെ പാലിക്കുന്നു എന്ന് പറയുമ്പോഴും 1-ാമത്തെ കൽപ്പന തന്നെ നീ ലംഘിച്ചിരിക്കുന്നു എന്ന് യേശു അവനെ നോക്കി പറയുകയാണ്. അവൻ വളരെ വ്യസനത്തോടുകൂടി തിരിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം വ്യക്തമാണ്, യേശു അവനെ സ്നേഹിച്ചു. അവൻ്റെ കുറവുകളെല്ലാം കണ്ടിട്ടും യേശു അവനെ സ്നേഹിച്ചു. ഉത്തമ ഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ നിങ്ങൾ തുറിച്ചു നോക്കരുതേ. ഞാൻ മങ്ങിയ നിറമുള്ളവളായതുകൊണ്ട്, വെയിലേറ്റ് ഞാൻ ഇരുണ്ടുപോയതുകൊണ്ട് എന്നെ നിങ്ങൾ തുറിച്ചു നോക്കരുതേ. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യാത്മാവ് മറ്റു മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമാണിത്. എൻ്റെ കുറവുകളെല്ലാം കണ്ടിട്ട് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ കുറവുകൾ കണ്ടിട്ട് നീ എന്നെ തുറിച്ചു നോക്കരുത്. ഭർത്താവ് ഭാര്യയോട് പറയുന്നു, നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. മക്കൾ മാതാപിതാക്കളോട് പറയുന്നു, അമ്മേ അച്ഛ, എൻ്റെ കുറവുകൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. സുഹൃത്തുക്കളോട് പറയുന്നു, എടാ, നീ എൻ്റെ കുറവ് കണ്ടിട്ട് നീ എന്നെ തുറിച്ചു നോക്കരുത്. കാരണം ഞാൻ ഇരുണ്ടുപോയി, ഞാൻ പാപത്താൽ കരിവാളിച്ചു പോയി. പ്രിയപ്പെട്ടവരെ, പാപത്താൽ കരിവാളിച്ചു പോയ ഒരു ആത്മാവിനറിയാം തനിക്കൊത്തിരി പ്രോബ്ലംസ് ഉണ്ട്, കുറവുകളുണ്ട്. അത് മറ്റുള്ളവർക്ക് വേഗം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. എന്നാൽ ഉത്തമഗീതങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിൽ മണവാളനായ യേശു ക്രിസ്തു ഈ ആത്മാവിനെ നോക്കിക്കൊണ്ട് പറയുന്നു, എൻ്റെ പ്രിയേ, നീ എത്ര സുന്ദരിയാണ്. അതെ, നീ സുന്ദരി തന്നെ. എൻ്റെ പ്രിയേ, നീ എത്ര സുന്ദരിയാണ്. നീ സുന്ദരി തന്നെ.
കുറവുകളുള്ള, വെയിലേറ്റിരുണ്ടുപോയ, പാപത്താൽ കരിവാളിച്ചു പോയ, അശുദ്ധിയിൽ വീണുപോയ മനുഷ്യാത്മാവിനെ അനന്തമായി സ്നേഹിക്കുന്ന മണവാളനായ യേശുക്രിസ്തുവിൻ്റെ ശബ്ദം വചനത്തിൽ മുഴങ്ങുകയാണ്. എൻ്റെ നോട്ടത്തിൽ നീ സുന്ദരി തന്നെ. നിന്നെ ഞാൻ കാണുന്നത് വിരൂപിയായിട്ടല്ല, നിന്നെ ഞാൻ കാണുന്നത് എൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട സൗന്ദര്യമുള്ള വ്യക്തിയായിട്ടാണ് ഞാൻ നിന്നെ കാണുന്നത്. നിനക്ക് ഞാൻ സ്വർഗത്തിൻ്റെ സൗന്ദര്യം തന്നിരിക്കുന്നു, നീ സുന്ദരി തന്നെ. 2012 വടക്കേ ഇന്ത്യയിൽ വളരെ വേദനാജനകമായ ഒരു കാര്യം സംഭവിച്ചു. അതിതാണ് പ്രിയപ്പെട്ടവരെ, ലളിത ബെൻ എന്നു പേരുള്ള 26 വയസ്സുള്ള ഒരു പെൺകുട്ടി ആസിഡ് ആക്രമണത്തിന് വിധേയയായി. അവളുടെ മുഖമെല്ലാം വെന്തുപോയി, മനുഷ്യരൂപം തന്നെ നഷ്ടപ്പെട്ടു. ഒരു മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റാത്തവണ്ണം അവളുടെ മുഖം വികൃതമായി പോയി. തീവ്രവേദനയാൽ അവൾ പിടയുകയാണ്. ഒടുവിൽ ബോധം വരുമ്പോൾ അവൾ ആശുപത്രിയിലാണ്. കണ്ണാടി നോക്കി അവൾ ഞെട്ടിപ്പോയി. തൻ്റെ രൂപം മാറി വേറൊരു രൂപം, ഒരു വികൃത രൂപം. 17 പ്രാവശ്യം ഡോക്ടർമാർ അവളുടെ മുഖത്ത് സർജറി ചെയ്യുകയാണ്, ശസ്ത്രക്രിയ ചെയ്യുകയാണ്. കുറേശ്ശെയൊക്കെ വൈരൂപ്യം മാറിയെങ്കിലും നമുക്കറിയാം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നില്ല. അവളുടെ മുഖം വല്ലാതെ മറ്റൊരു രൂപത്തിൽ ആയിപ്പോയി. പക്ഷെ അവൾ ജീവിതത്തെ നേരിടാൻ തീരുമാനിക്കുകയാണ്. അവളുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇതാ രവി എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ, CCTV ക്യാമറയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന നല്ല ഹൃദയമുള്ളൊരു ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അവളുടെ മുഴുവൻ വൈരൂപ്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ തൻ്റെ ഭാര്യയായി സ്വീകരിക്കാൻ സുന്ദരനും സുമുഖനും ആരോഗ്യവാനുമായ ഈ ചെറുപ്പക്കാരൻ തീരുമാനിക്കുകയാണ്. അവരുടെ വിവാഹം നടക്കുന്നു. ആ വിവാഹത്തിൽ വടക്കേ ഇന്ത്യയിലെ ഒരുപാട് സെലിബ്രിറ്റികൾ പങ്കെടുത്തത് ഞാൻ ഓർക്കുകയാണ്. സമൂഹത്തിൻ്റെ ഉന്നത നിലയിലുണ്ടായിരുന്ന ഒരുപാട് പേർ ആ വിവാഹത്തിൽ സന്തോഷത്തോടെ പങ്കെടുത്തു. അവർക്ക് ആശംസകൾ നേർന്നു. കാരണം ആ പെൺകുട്ടിയുടെ വൈരൂപ്യത്തിൻ്റെ അപ്പുറത്തേക്ക് നോക്കിക്കൊണ്ട് നീ സുന്ദരിയാണ് എന്ന് പറയുവാൻ രവിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് എന്തിനാണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്നേഹം എത്രയോ വലുതാണ്. പാപത്തിൽ വീണു പോകുന്ന നമ്മെ ഒരിക്കലും അവിടെ നിന്ന് തള്ളിക്കളയുന്നില്ല, പകരം അവിടെ നമ്മെ അനന്തമായി സ്നേഹിച്ച് കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്. പാപത്തിന് ദൈവം നൽകുന്ന മറുപടി എന്ന് പറയുന്നത്, ദൈവം നൽകുന്ന മരുന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ഗ്രേസാണ്. ദൈവത്തിൻ്റെ ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹം അർഹതയില്ലാത്ത നമ്മിലേക്ക് ഒഴുക്കുന്നതാണ്. അത് വെള്ളച്ചാട്ടം പോലെ ഒഴുകി വരുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതാ എല്ലാം അറിഞ്ഞിട്ടും ദൈവം നമ്മളെ അനന്തമായിട്ട് സ്നേഹിക്കുന്നു. അതെ, യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ യേശു നമ്മളെ വ്യക്തമായിട്ട് അറിയുന്നു, കുറവുകൾ അറിയുന്നു, എന്നിട്ടും അവിടെ നിന്ന് നമ്മളെ സ്നേഹിക്കുന്നു. രണ്ടാമതായി, യേശുവിൻ്റെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം അവിടെ നിന്ന് കാണുന്നു, എന്നിട്ട് നമ്മുടെ ജീവിതത്തെ അവിടെ നിന്ന് രൂപാന്തരപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു. നമ്മളെ തള്ളിക്കളയുന്നില്ല. ഒറ്റ നോട്ടത്തിൽ നാം ചെയ്തിട്ടുള്ള സകല കാര്യങ്ങളും അവിടെ നിന്ന് അറിയുന്നു, എന്നിട്ട് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. ഇതാ യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ കിണറ്റിൻകരയിൽ അല്പം വെള്ളം ചോദിച്ചുകൊണ്ട് യാക്കോബിൻ്റെ കിണറ്റിൻകരയിൽ യേശു ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുന്നു. അവളോട് കർത്താവ് വെള്ളം ചോദിക്കുന്നു. അവൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് യേശുവിനറിയാം. 5 പ്രാവശ്യം വിവാഹം കഴിക്കുകയും 5 പ്രാവശ്യവും വിവാഹമോചനം നേടിയതിനു ശേഷം ഇപ്പോൾ വിവാഹം കഴിക്കാതെ ഒരുത്തൻ്റെ കൂടെ താമസിക്കുകയാണ്. യേശുവിന് അവൾ ചെയ്തിട്ടുള്ള കാര്യമെല്ലാം വ്യക്തമായിട്ട് അറിയാം. എന്നാൽ അവളെ തള്ളിക്കളയുന്നതിന് പകരം അവളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ അവിടെ നിന്ന് ശ്രമിക്കുകയാണ്. ആരാധനയെപ്പറ്റി സംസാരിക്കുന്നു, ജീവജലത്തെപ്പറ്റി സംസാരിക്കുന്നു, അവളിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പരിശുദ്ധാത്മ അഭിഷേകത്തെപ്പറ്റി സംസാരിക്കുന്നു. രക്ഷകൻ താനാണെന്ന് അവിടെ നിന്ന് വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അവൾ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഇപ്രകാരം പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 27, 28, 29 വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. ഞാൻ ചെയ്തതെല്ലാം, പ്രത്യേകിച്ച് 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞവനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഞാൻ ചെയ്ത സകല പാപങ്ങളും അവൻ അറിയാം, എന്നിട്ടും അവൻ എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താനായിട്ട് നോക്കുന്നു. അവൻ എനിക്ക് ജീവജലം നൽകാമെന്ന് പറയുന്നു. അവൻ എന്നെ സ്വർഗത്തിൻ്റെ മകളാക്കി മാറ്റാമെന്ന് പറയുന്നു. അവൻ എനിക്ക് സ്നേഹം തന്നു, എനിക്ക് പ്രകാശം തന്നു, എനിക്ക് വിശുദ്ധി അവൻ പകർന്നു തന്നു. ഞാൻ എൻ്റെ പഴയ ജീവിതത്തെ അവൻ്റെ പാദത്തെങ്കിൽ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചെയ്തതെല്ലാം അറിഞ്ഞിട്ടും അവൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് വില്യം മെക്കേ എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരുന്നു.
കുഞ്ഞുനാൾ തൊട്ട് തന്നെ ഒരു തലതിരിഞ്ഞ സ്വഭാവമാണ് അവൻ കാണിച്ചിരുന്നത്. ഒട്ടും അനുസരണമില്ലാത്തൊരു പ്രകൃതം. അവൻ്റെ അമ്മ അവനെ ഓർത്ത് ഒരുപാട് പ്രാർത്ഥിച്ചു, പക്ഷേ പ്രാർത്ഥനയ്ക്കൊന്നും മറുപടി കിട്ടുന്നില്ല. ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടന്നു, വല്ലാതെ വഴിതെറ്റിപ്പോയി. കൗമാരം കടന്ന് യൗവനത്തിലേക്ക് ചെന്നപ്പോൾ സാത്താനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി ചെറുപ്പക്കാരൻ മാറുകയാണ്. അവനൊരു ക്ലബ്ബുണ്ടാക്കി. ആ ക്ലബിൻ്റെ പേര് നരക ക്ലബ്ബ് എന്നായിരുന്നു. പേരിട്ടിരിക്കുന്നത് തന്നെ നരക ക്ലബ്ബ് എന്നാണ്. ഒരുപാട് കൂട്ടുകാരെ കിട്ടി. ആ ക്ലബിൽ ചെയ്യാത്ത ഒരു കാര്യങ്ങളുമില്ല. മദ്യപാനം, കഞ്ചാവ്, ലഹരി മരുന്ന്, വ്യഭിചാരം, സ്വർഗഭോഗം, ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. പിശാചിനെ ആരാധിച്ചു. ഒരു ദിവസം അവന് തോന്നുകയാണ്, വിശുദ്ധ കുർബാനയെ ഒന്ന് അവഹേളിച്ചുകൊണ്ട് പിശാചിനൊരു കുർബാന അർപ്പിക്കണം. അങ്ങനെ ഓസ്തി കയ്യിലെടുത്തു. യേശുവിൻ്റെ രക്തത്തിന് പകരമായിട്ട് നമ്മൾ പ്രതീകമായിട്ടെടുക്കുന്ന മുന്തിരിച്ചാറും അവൻ കയ്യിലെടുത്തു. എന്നിട്ട് സാത്താന് അവൻ ബലിയർപ്പിക്കാൻ ഈ ഓസ്തിയും ഈ മുന്തിരിച്ചാറും അവൻ ഉയർത്തുകയാണ്. അപ്പം നിങ്ങൾ ഓർക്കണം, അനേക വർഷങ്ങളായിട്ട് അവൻ്റെ അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ആ രാത്രിയിൽ നരക ക്ലബിലെ എല്ലാവരും അലറി വിളിക്കുമ്പോൾ അവൻ ഈ ഓസ്തിയും ഈ വീഞ്ഞുമെടുത്ത് ഉയർത്തുകയാണ്. ഉയർത്തി അവൻ പിശാചേന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് അവൻ്റെ കൈ താഴ്ത്തുവാൻ നോക്കുന്ന സമയത്ത് അവൻ്റെ കൈകൾ അവന് താഴ്ത്താൻ സാധിക്കുന്നില്ല. കൈകൾ മരവിച്ചു പോയി. ആ കൈ അങ്ങനെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. രണ്ട് കൈകളും താഴേക്ക് കൊണ്ടുവന്ന് അത് സാധാരണ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ വില്യം മെക്കയ്ക്ക് സാധിക്കുന്നില്ല. ഭയന്നു പോയ അവൻ ഞെട്ടിവിറച്ചു. അവന് മനസ്സിലായി എന്തോ സംഭവിക്കുകയാണ്. തനിക്കിനി ഒരിക്കലും പഴയ ജീവിതം തിരിച്ചു കിട്ടത്തില്ല. തൻ്റെ കൈകൾ ഇനി തിരിച്ചു വരികയില്ല. താൻ ഈ പാത്രത്തോടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ കൂടെ നിൽക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല. അവർ വിളിച്ചു പറഞ്ഞു, വില്യം, വില്യം, നീ പാത്രം താഴ്ത്തി വയ്ക്കുക, പാത്രം താഴ്ത്തി വയ്ക്കുക. കുറേ നേരമായില്ലേ നീ ഇത് ഉയർത്തിപ്പിടിക്കുന്നു. പക്ഷെ അവന് സംസാരിക്കാൻ സാധിക്കുന്നില്ല, കൈകൾ ചലിപ്പിക്കാൻ സാധിക്കുന്നില്ല. നിന്ന നിപ്പിൽ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വീട്ടിൽ എപ്പോഴും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെ രൂപം അവൻ്റെ അകക്കണ്ണുകളിൽ തെളിഞ്ഞു വരികയാണ്. എത്രയോ വർഷങ്ങളായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട മമ്മി, തൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ രൂപം തെളിഞ്ഞു വരികയാണ്. അവന് വാതുറക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് അവന് ഉച്ചത്തിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു നിലവിളി ഉയർന്നു വരികയാണ്. യേശുവേ, പാപിയാ എന്നോട് കരുണ കാണിക്കണമേ. യേശുവേ, എന്നെ രക്ഷിക്കണമേ. യേശുവേ, ഞാൻ ഈ നിമിഷം മുതൽ നിൻ്റേതാണ്. യേശുവേ, എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെ നീ കണക്കിലെടുക്കരുത്. യേശുവേ, ഞാൻ എന്നെ പൂർണ്ണമായി നിനക്ക് തരുന്നു. ഈ പ്രാർത്ഥന അവൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വരികയാണ്. അവൻ പാത്രം പതുക്കെ താഴേക്ക് വെച്ചു. പിന്നീട് ഒന്നും മിണ്ടാതെ ഒരു മൂലയ്ക്കിടന്ന കസേരയിൽ പോയിരുന്നു. നരക ക്ലബിലെ മെമ്പർഷിപ്പ് അംഗത്വം അന്ന് അവൻ രാജിവെക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങുന്ന അവൻ ഒരു കടയിൽ ചെന്ന് ഒരു പുതിയ നിയമത്തിൻ്റെ കോപ്പി വാങ്ങിക്കുകയാണ്. ബൈബിൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. ജീവിതം പാടെ മാറി. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം അവൻ ആത്മാവിനെ നൽകി. പിന്നീട് സുവിശേഷ വേല ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ച് പിശാചിനെ ആരാധിക്കുന്നവരുടെ ഇടയിൽ, പിശാചിനു വേണ്ടി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നവരുടെ ഇടയിൽ ശക്തിയോടെ യേശുക്രിസ്തുവിനെ കൊടുക്കുന്ന ഒരു പ്രിയപ്പെട്ട ദൈവ പൈതലായി, ഒരു അഭിഷിക്തനായി അവൻ മാറുകയാണ്. ഇന്ന് നമ്മൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ദൈവം എല്ലാം അറിയുന്നുണ്ട്, പക്ഷേ നമ്മളെ കൈവിട്ട് കളയുന്നില്ല. ഈ ദൈവത്തിനെല്ലാം അറിയാം. അതുകൊണ്ടാണ് സങ്കീർത്തനം പറയുന്നത്, ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നറിയുന്നു. കർത്താവെ, ഞാൻ ആകാശത്ത് പോയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചാൽ അങ്ങ് അവിടെയുണ്ട്. അങ്ങേക്ക് അറിയാത്തതായിട്ട് എന്തുണ്ട് കർത്താവെ? അങ്ങേക്ക് എല്ലാം അറിയാം. ഒറ്റ നോട്ടത്തിൽ അവിടത്തേക്ക് എല്ലാം അറിയാം. പത്രോസ് കർത്താവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നുണ്ട്. 3ാമത്തെ പ്രാവശ്യം തള്ളിപ്പറയുമ്പോൾ യേശു തിരിഞ്ഞു നോക്കുകയാണ്. ആ സമയത്ത് യേശുവിനെ പട്ടാളക്കാർ മാറി മാറി അടിക്കുകയാണ്, മുഖത്തടിക്കുകയാണ്, തുപ്പുകയാണ്. ഇതിൻ്റെ ഇടയിലും യേശു സമയം കണ്ടെത്തി പത്രോസിനെ ഒരു നോട്ടം നോക്കി. ആ നോട്ടം ഇപ്രകാരമാണ്: മോനെ പത്രോസേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഒരുപാട് സ്നേഹിക്കുന്നു. നീ ചെയ്തത് എനിക്ക് നന്നായിട്ട് അറിയാം. നീ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. നീ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതെല്ലാം എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ട് തന്നെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സ്നേഹം അനന്തമാണ്. ഐ ഹാവ് ലവ്ഡ് യു വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. ഞാൻ നിന്നെ സ്നേഹിച്ചത് അനന്തമായ സ്നേഹത്താലാണ്. മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം പത്രോസേ, എൻ്റെ അചഞ്ചലമായ സ്നേഹത്തിന് മാത്രം മാറ്റമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാം അറിഞ്ഞിട്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ആ ഒരു നോട്ടമാണ് പത്രോസിൻ്റെ ശരിക്കുമുള്ള മാറ്റത്തിൻ്റെ തുടക്കമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
അവൻ പുറത്തു പോയി വാവിട്ട് കരയുകയാണ്. ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ കരയുകയാണ്. ആഴമായ അനുതാപം, ആഴമായ മാനസാന്തരം പത്രോസിന് ഉണ്ടാകുകയാണ്. നമുക്കൊരു വിശുദ്ധ പത്രോസിനെ കിട്ടുകയാണ്. നമുക്കിന്ന് പറയാൻ പറ്റുന്ന ഒരു വിശുദ്ധ പത്രോസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ശരിയായ തുടക്കം എന്ന് പറയുന്നത് യേശുവിൻ്റെ ആ നോട്ടത്തിലാണ്. രൂപാന്തരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന യേശുവിൻ്റെ ആ മനോഹരമായ നോട്ടം. മൂന്നാമതായി, നമ്മെ മാറ്റാൻ ആഗ്രഹിക്കുന്ന യേശു നമ്മളെ നോക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് അറിയുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് അറിയുന്നു. നമ്മെ സഹായിക്കുവാൻ തക്ക സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മെ സഹായിക്കുവാൻ അവിടെ നിന്ന് വ്യക്തികളെ അയച്ചു തരുന്നു. നമ്മെ സഹായിക്കുവാൻ അവിടെ നിന്ന് സാഹചര്യങ്ങളെ ഒരുക്കുന്നു. നമ്മെ സഹായിക്കുവാൻ അവിടെ നിന്ന് ദൈവദൂതന്മാരെ പറഞ്ഞുവിടുന്നു. ഒരിക്കൽ പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, പത്രോസേ, നീ ടാക്സ് അടച്ചോ, നീ നികുതി അടച്ചോ? പത്രോസ് പറഞ്ഞ്, കർത്താവ്, അങ്ങേക്കറിയാമല്ലോ എൻ്റെ കയ്യിലൊന്നുമില്ല. നീ കടലിലേക്ക് പോവുക, നീ ഒരു ചൂണ്ടയിടുക, ആദ്യം കാണുന്ന മത്സ്യത്തിൻ്റെ വാ തുറക്കുക, നിനക്ക് ടാക്സ് കൊടുക്കാനുള്ള പൈസ അവിടെ ഞാൻ വച്ചിട്ടുണ്ട്. ഒരു നാണയം നിനക്ക് കിട്ടും, അതെടുത്ത് നിനക്ക് വേണ്ടിയും എനിക്ക് വേണ്ടി നീ ടാക്സ് കൊടുക്കുക, നികുതി കൊടുക്കുക. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ സമർപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശുവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, എന്നെ ഒരുപാട് സ്പർശിച്ചിട്ടുള്ള ഒരു വചനമാണിത്. എൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവമുള്ളത് കൊണ്ട് എൻ്റെ എല്ലാ ഉത്കണ്ഠകളും കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് ശാന്തമായി കിടന്നുറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ യേശുവിൻ്റെ മടിയിൽ തലചായ്ച്ചുറങ്ങുവാൻ സ്വർഗത്തിലെ പിതാവിന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും സ്നേഹത്തോടെ വിളിക്കുകയാണ്. ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്നവൻ, കരയുന്ന പക്ഷികൾക്ക് ആഹാരം കൊടുക്കുന്നവൻ, ഏലിയായ കാക്കയിലൂടെ തീറ്റിപ്പോറ്റിയവൻ. പ്രിയപ്പെട്ടവരെ, അപ്പവും ഇറച്ചിയും കാക്കയിലൂടെ കൊടുത്ത് ഏലിയ എന്ന് പറയുന്ന പ്രവാചകനെ, കെരീത്തിന്റെ തോട്ടിൽ ഒളിച്ചിരുന്ന പ്രവാചകനെ, രാജ്യം മുഴുവൻ ക്ഷാമമായപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മകനെ തീറ്റിപ്പൊറ്റിയ ദൈവം സറാഫത്തിലെ വിധവയുടെ വീട്ടിലേക്ക് ഏലിയായെ അയച്ചുകൊണ്ട് അവളെയും മകനെയും തീറ്റിപ്പോറ്റിയ നമ്മുടെ ദൈവം, ഡാനിയേലിന്റെ സിംഹക്കുഴിയിൽ ഇറങ്ങി വന്ന് സിംഹങ്ങളുടെ വായടച്ചുകൊണ്ട് ഡാനിയേലിന്റെ ആവശ്യങ്ങളുടെ മേൽ കരുണ കാണിച്ച നമ്മുടെ ദൈവം, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോയെ തീച്ചൂളയിലേക്ക് രാജാവ് എറിഞ്ഞപ്പോൾ അതിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് തീയുടെ മധ്യഭാഗം ജലകണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയാക്കി അവരുടെ വേദനയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ദൈവം ഒറ്റ നോട്ടത്തിൽ നമ്മുടെ ആവശ്യം അവിടുന്ന് വ്യക്തമായിട്ട് അറിയുന്നു. ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഇസ്രായേൽ ജനം, ലക്ഷക്കണക്കിന് വരുന്ന ജനം മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അവരുടെ ആവശ്യം മനസ്സിലാക്കി മന്ന പൊഴിച്ചു കൊടുത്ത ദൈവം, പാറ പിളർന്ന് ജലമൊഴുക്കിയ നമ്മുടെ ദൈവം, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ദൂതനെ അയച്ചു കൊടുത്ത ദൈവം, ജെറിക്കോ കോട്ടയെ തകർക്കുന്നതിന് തലേ ദിവസം രാത്രി ഊരിപ്പിടിച്ച വാളുമായി ഒരു ദൂതനെ ജോഷുവയുടെ പക്കലേക്ക് അയച്ച്, ഞാൻ നിന്റെ പക്ഷത്തുണ്ട് ജോഷുവ, നീ ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്ത നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവം പറയുകയാണ്, ഒറ്റ നോട്ടത്തിൽ എനിക്ക് നിന്റെ ആവശ്യം അറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ട്രയംഫ് എന്ന് പേരുള്ള ഒരു കപ്പൽ മെക്സിക്കോയുടെ ഉൾക്കടലിൽ വെച്ച് തീപിടിക്കുകയാണ്. അതിൽ നിന്ന് 400 യാത്രക്കാരുണ്ടായിരുന്നു. ഈ ട്രയംഫ് കപ്പലിലെ 400 യാത്രക്കാരും മരിച്ചു പോകുമെന്ന് ഉറപ്പായി. ആൾക്കാർ നിലവിളിക്കുകയാണ്, കാരണം രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവുമില്ല. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ആ കപ്പലിൽ ഏതാണ്ട് 10ഓളം വരുന്ന യാത്രക്കാർ നല്ല വിശ്വാസികളായിരുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരുന്നു. അവരെല്ലാ ദിവസവും തന്നെ, കപ്പൽ യാത്രയുടെ തുടക്കം മുതൽ എല്ലാ ദിവസവും അവർ കപ്പലിൻ്റെ മുകൾ തട്ടിൽ പോയിരുന്ന് ഒരു ഗ്രൂപ്പായിട്ട് ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഗ്രൂപ്പിൻ്റെ ലീഡർ എന്ന് പറയുന്നത് ജോസഫ് ആൽവറസ് എന്ന് പറയുന്ന മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്ന സിസിലിയ ആൽവറസും ആയിരുന്നു. അവർ രണ്ടുപേരും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുള്ളവരായിരുന്നു, അഭിഷേകമുള്ളവരായിരുന്നു, ആരാധിക്കാൻ അറിയാവുന്നവരായിരുന്നു. ആ ഗ്രൂപ്പ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കപ്പലിന് തീപിടിക്കുന്നത്. കപ്പലിന് തീപിടിച്ച ഉടനെ ഈ 15 പേരുടെ ഗ്രൂപ്പ് കപ്പലിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച് വലിയവനായ ദൈവത്തെ ആരാധിക്കാനായിട്ട് തുടങ്ങി. ഒരു ആരാധന ഉയരുകയാണ്. കപ്പലിൽ നിന്നും തീനാളങ്ങൾ മുകളിലേക്ക് ഉയരുന്നതിനോടൊപ്പം തന്നെ ജോസഫ് ആൽവറസിൻ്റെയും ടീമിൻ്റെയും ആരാധന സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. മേഘപാളികളെ തുളച്ചുകൊണ്ട് ഒരു ആരാധന ഉയരുകയാണ്. വേദനയുടെ മധ്യത്തിൽ, സഹനത്തിൻ്റെ മധ്യത്തിൽ, പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ദൈവമേ രക്ഷിക്കണമേ എന്ന് വിളിച്ചുകൊണ്ട് ഒരു ആരാധന ഉയരുകയാണ്. ആ പ്രാർത്ഥനയുടെ ഒടുവിൽ അവർ തീരുമാനിച്ചു,
കപ്പലിലുള്ള ബാക്കി 385 യാത്രക്കാരോടും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പറയണം. യേശു ആരാണെന്ന് ഈ സമയത്ത് പങ്കുവയ്ക്കണം. എന്നിട്ട് ഈ 400 പേരും ഒരുമിച്ച് ആരാധിക്കണം. ഈ 15 പേരും 15 വഴിക്കിറങ്ങി ഓടുകയാണ്. അവർ പെട്ടെന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ബാക്കി ഉണ്ടായിരുന്നവരോടെല്ലാം യേശുവിനെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സഹോദരങ്ങളെ, നമ്മൾ 400 പേരും കൈകോർത്ത് പിടിച്ചാൽ, നമ്മൾ 400 പേരും യേശു എന്ന് വിളിച്ചാൽ യേശു ഈ കപ്പലിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരും. നിങ്ങൾ എന്നെ വിശ്വസിക്കണം, യേശു ഇറങ്ങി വരിക തന്നെ ചെയ്യും. ജോസഫ് അൽവിറസ് അവർക്ക് അഭിഷേകം നിറഞ്ഞ വാക്കുകൾ പകർന്നു കൊടുക്കുകയാണ്. 400 പേരും യേശുവിനെ സ്വീകരിച്ചു. 400 പേരും ഒരുമിച്ച് ആരാധിച്ചു. 400 പേരും നിലവിളിച്ചു, യേശുവേ, കത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കപ്പലിലേക്ക് കടന്നു വരണമേ. പ്രിയപ്പെട്ടവരെ, പിന്നെ സംഭവിച്ചതൊരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറഞ്ഞാൽ ലോകം കണ്ട മഹാത്ഭുതം. കപ്പലിൻ്റെ അകത്തു നിന്നും അത്ഭുതകരമായി 400 യാത്രക്കാരും രക്ഷപ്പെടുകയാണ്. ഒരാൾക്ക് പോലും ജീവഹാനി സംഭവിക്കാതെ 400 പേരെയും യേശു തൻ്റെ ദൂതന്മാരെ അയച്ചുകൊണ്ട് അത്ഭുതകരമായിട്ട് രക്ഷിക്കുകയാണ്. അതേ, ഒറ്റ നോട്ടത്തിൽ അവിടെ നിന്ന് നമ്മുടെ ആവശ്യം അറിയുന്നു, നമ്മെ വിടിവിക്കുവാൻ അവിടെ നിന്ന് കടന്നു വരുന്നു. നാലാമതായി, അവസാനത്തതായി, ഒറ്റ നോട്ടത്തിൽ തന്നെ നാം കടന്നു പോകുന്ന പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും യേശു വ്യക്തമായിട്ട് അറിയുന്നു. അവിടെ നിന്ന് നമ്മെ വിടിവിക്കുന്നു, സഹായിക്കുന്നു. 1 പത്രോസ് 1-ാം അധ്യായം 6-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വലുതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. ദൈവം പറയുകയാണ്, അല്പകാലത്തേക്ക്, കുറച്ച് സമയത്തേക്ക്, കുറച്ച് മാസത്തേക്ക്, കുറച്ച് വർഷത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം വ്യസനിക്കേണ്ടി വന്നാലും, ദുഃഖിക്കേണ്ടി വന്നാലും, കരയേണ്ടി വന്നാലും നീ ആത്മാവിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വലുതായിരിക്കും നീ പുറത്തിറങ്ങി വരുമ്പോഴുള്ള നിന്റെ അവസ്ഥ. നിനക്കൊരു പ്രമോഷൻ വച്ചിട്ടുണ്ട്, നിനക്കൊരു അനുഗ്രഹം വച്ചിട്ടുണ്ട്, നിനക്കൊരു ഉയർച്ച വച്ചിട്ടുണ്ട്. നീ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നിനക്കായിട്ട് ഒരു വലിയ കാര്യം, ഒരു അനുഗ്രഹം ദൈവം കരുതി വച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ട കൃപ ദൈവം നിങ്ങൾക്ക് നൽകും. പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അതിനെ പരാജയപ്പെടുത്താനുള്ള ദൈവകൃപ ദൈവം നിങ്ങൾക്ക് നൽകുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഞാനും നിങ്ങളും കടന്നു പോകുന്ന ടെസ്റ്റും ട്രയൽസും യേശു അറിയുന്നുണ്ട്. നമ്മുടെ പ്രലോഭനങ്ങൾ അവിടെ നിന്ന് അറിയുന്നുണ്ട്. നാം കടന്നു പോകുന്ന കഷ്ടതകൾ അവിടെ നിന്ന് അറിയുന്നുണ്ട്. എത്ര വലിയ പരീക്ഷണത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് അവിടെ നിന്ന് വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയത്തെല്ലാം അവിടെ നമ്മളെ ചേർത്ത് പിടിക്കണം. നമുക്കറിയാം, ജോബ് എന്ന് പറയുന്ന മനുഷ്യൻ കടന്നുപോയത്രയും പരീക്ഷണങ്ങളിലൂടെ ഏതൊരു മനുഷ്യനാണ് കടന്നു പോയിട്ടുള്ളത്. പക്ഷേ ജോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, കർത്താവേ, കർത്താവേ, എൻ്റെ ആത്മാവിൽ കൃപ തന്നുകൊണ്ട് അവിടുന്ന് എന്നെ പൊതിഞ്ഞു പിടിച്ചു. അവിടുത്തെ കൃപ എന്നെ വലയം ചെയ്തു. എന്നിട്ട് അവിടുന്ന് അത് ഹൃദയത്തിൽ മറച്ചു വയ്ക്കുകയും ചെയ്തു. കാണുക, വേദനയിലൂടെ പോയ ജോബ് ഒരു കാര്യം പറയുന്നുണ്ട്, കർത്താവേ, ഞാൻ വലിയ വേദനയിലൂടെ കടന്നു പോയപ്പോൾ, വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അങ്ങയുടെ കൃപ എൻ്റെ ആത്മാവിന് ബലം തന്നിരുന്നു. പക്ഷേ ആ കാര്യം അങ്ങ് മറച്ചു വെച്ചു. അങ്ങ് എന്നെ പൊതിഞ്ഞു പിടിക്കുന്നു എന്ന കാര്യം അങ്ങ് മറച്ചു വച്ചിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഞാനത് അറിഞ്ഞില്ല. ഞാൻ ആ ടെസ്റ്റിൽ കൂടെ പോകുമ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ പൊതിയുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കർത്താവേ. അങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നു എന്ന യാഥാർത്ഥ്യം അങ്ങ് എനിക്ക് കാണാത്തവണ്ണം അങ്ങയുടെ ഹൃദയത്തിൽ മറച്ചു പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ടെസ്റ്റ് ജയിച്ചത് എന്ന് ജോബ് പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം ജോബ് വിജയിക്കുന്നതാണ് കാണുന്നത്. അതേ, തീയിലൂടെ കടന്നുപോയ സ്വർണം കൂടുതൽ വെട്ടിത്തിളങ്ങി കടന്നു വരുന്നത് പോലെ ജോബ് മഹാവിശുദ്ധനായിട്ട് കടന്നു വരുന്നു. ഇതിൻ്റെ കാരണം എന്താണ്? ജോബിൻ്റെ ആത്മാവിൽ കർത്താവ് ബലം കൊടുത്തുകൊണ്ടിരുന്നു, ജോബ് അറിയാതെ. നമ്മുടെ ജീവിതത്തിലും ദൈവം ഇങ്ങനെയാണ്. നമ്മൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം പോലും അറിയാതെ ദൈവം നമ്മളെ താങ്ങി പിടിക്കുന്നുണ്ട്. യേശുവിൻ്റെ ആ ഒരു നോട്ടം മതി നമുക്ക്, ഒറ്റ നോട്ടം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ആ ഒറ്റ നോട്ടം എനിക്ക് മതിയായതാണ്. ഒരു വചനം പോലും വേണ്ട, അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ അങ്ങൊന്ന് നോക്കി, പ്രത്യേകിച്ചൊന്നും അങ്ങ് പറഞ്ഞില്ല, നോട്ടത്തിൽ അവിടെ അത്ഭുതം വന്നു. എന്നെ നോക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.